ഇന്നത്തെ ഞങ്ങൾ ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. എന്താ അറിയില്ല, ഇന്ന് നല്ല മടി പിടിച്ചൊരു ദിവസം. സാധാരണ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഈ കുക്ക് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ കൂടെ ഞാൻ ഡെയിലി ഉണ്ടാക്കി വെക്കും. ഞാനങ്ങനെ കുറേ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ടി വരും. ഇപ്പം എനിക്ക് സാഹചര്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡെയിലി കുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തോ ഭയങ്കര ഈ ഫോണൊക്കെ നോക്കി കുത്തിരുന്ന് ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇക്കാണ് നമ്മൾ കുറേ ആയാലും മന്തി കഴിച്ചിട്ട്, അപ്പം ഒന്ന് മന്തി കഴിക്കാൻ പോയാലോ എന്ന്. ഞങ്ങൾ കൂടുതൽ ഈ രാത്രി സമയങ്ങളിലാട്ടോ പുറത്തിറങ്ങൽ. അപ്പോൾ പകലൊക്കെ ഇക്കാക്ക് ഡ്യൂട്ടി ആവും. ഇനി ഉച്ചക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്തൊക്കെ ഡ്യൂട്ടിൻ്റെ ഇടയിലുള്ളൊരു ഇടവേളകളായതുകൊണ്ട് നമുക്ക് അധിക സമയമൊന്നും പുറത്ത് സ്പെൻഡ് ചെയ്യാനും കഴിയില്ല. പിന്നെ അത്യാവശ്യം ചൂടും ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് സമാധാനപരമായിട്ട് ഇറങ്ങാൻ കഴിയില്ല രാത്രിയിലാണ്. അപ്പോൾ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇറങ്ങണതുകൊണ്ട് തന്നെ ഈ 9 മണി 10 മണി 11 മണി ആ സമയമൊക്കെ ആവും. തിരിച്ച് വരുമ്പോഴും അത്യാവശ്യം നല്ല ലേറ്റ് ആവലുണ്ട്. ഈ ടണലിൻ്റെ ഈ ഭാഗത്ത് കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണില്ലേ, ആ ചുമരിലുള്ള ആർട്ടും കാര്യങ്ങളൊക്കെ. ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ ഇക്കാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാളിച്ചകൾ പറ്റലുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ 1-2 വട്ടം ഇങ്ങനെ കറങ്ങേണ്ടി വന്നു. അപ്പോൾ കുറച്ചും കൂടി ലേറ്റായി. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിറ്റിൻ്റെ ആ ഭാഗത്തൂടെ കേട്ടോ പോണത്. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് വെറുതെ ഈ മാപ്പ് ഇടേണ്ടില്ലായിരുന്നു, നമുക്ക് സിമ്പിളായിട്ട് അപ്പുറത്തൂടെ പോവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഈ ചുറ്റിക്കറങ്ങി അവിടെ എത്തുമ്പോഴത്തേന് ഷോപ്പൊക്കെ അടിച്ച് പോയിട്ടുണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ അതാ ഈ കാണുന്നതാണ് ഈ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം. ഇവിടെ വെച്ചും വേൾഡ് കപ്പിൻ്റെ സമയത്ത് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. വേൾഡ് കപ്പ് കഴിഞ്ഞ പിറ്റത്തെ മാസമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഖത്തർക്ക് വന്നത്. വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് തന്നെ ഖത്തർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത്. അപ്പോൾ ഇക്ക പറഞ്ഞു കുറേ പാർക്കുകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്, അങ്ങനെയെന്നൊക്കെ ആ മുമ്പാവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സമയത്താണല്ലേ ഞാൻ വന്നതെന്ന്. ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ ഫോറിനേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എവിടെ പോയാലും ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. ഈ കാണുന്നത് എഡ്യൂക്കേഷൻ സിറ്റിത്തെ ഒരു പാർക്കിംഗ് ആട്ടോ, കാർ പാർക്കിംഗ് ഏരിയയാണ് ആ കാണുന്നത്. ഇവിടെയൊക്കെ പോകുമ്പോൾ നല്ലൊരു വൈബാണ്. ചുറ്റും ഈത്തപ്പഴ മരങ്ങളും നല്ല പുല്ലുള്ള ഗ്രാസ് ഏരിയാസും ഒക്കെ ആയിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ആ ലൈറ്റിങ്ങും നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് നൈറ്റിൽ ഇങ്ങനെ ഒന്ന് കൂളായി പോയിക്കൊണ്ടിരിക്കാനൊക്കെ. പാതിരാക്കുള്ള പോക്കായതുകൊണ്ട് തന്നെ മക്കൾ കാറിൻ്റെ ബാക്കിൽ കിടന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുന്നു കുറച്ചുകൂടി വേഗം വിട്ടോളി, മക്കളൊക്കെ ഫുഡ് കഴിക്കാതെ ഉറങ്ങുന്നുണ്ടെന്ന്. അങ്ങനെ ഇതാ ഏകദേശം നമ്മൾ മന്തിക്കടൻ്റെ അടുത്തെത്തിയപ്പം നിർഭാഗ്യവശാൽ കട ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെ പിന്നെ ഇക്കാറിന് ഇന്നാൽ നമുക്ക് ഷവർമ്മ കഴിച്ചാലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഷവർമ്മ വേണ്ട, എനിക്ക് റൈസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാറിന് ഇന്നാൽ ഞങ്ങൾ ഷവർമ്മ കഴിക്കാം, എനിക്ക് മധുഹൂത്ത് കഴിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറയാം മധുഹൂത്ത് ഇതുവരെ കഴിച്ചിട്ടില്ല, വരി കഴിച്ചോ കാരണമാണ് പോയതാട്ടോ. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഈ മജ്ലിസ് പോലുള്ളതിലാണ് വെച്ച് തരുന്നത്. പക്ഷേ മധുഹൂത്ത് എനിക്ക് മന്തിൻ്റെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ ഷോപ്പ് പോയപ്പോൾ മനസ്സിലായി. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അവിടെ. അതിന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.